നമസ്കാരം. മലയാള മനോരമയുടെ ഇംഗ്ലീഷ് ആനുകാലികം ദ വീക്കിൻ്റെ റെസിഡന്റ് എഡിറ്റർ ന്യൂഡൽഹി ശ്രീ ആർ പ്രസന്നനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പ്രതിരോധം, വിദേശകാര്യം, യുദ്ധം, ചരിത്രം എന്നീ വിഷയങ്ങളിൽ സവിശേഷ വൈദഗ്ധ്യമുള്ള അദ്ദേഹം 40-ലേറെ വർഷങ്ങളായി ഈ മേഖലയിലുണ്ട്. ദ വീക്കിൻ്റെ സ്ഥിരം വായനക്കാരുടെ പ്രിയപ്പെട്ട ലേഖകൻ കൂടെയാണ് അദ്ദേഹം. സർ, ഭാരതമാതാ കോളേജിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തേത്. സ്വന്തം അഭിരുചിക്ക് അനുസരിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും ഒരു കരിയർ പർസ്യൂ ചെയ്യാനും അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. വ്യക്തത കുറവാണ് അവർ പങ്കുവയ്ക്കുന്ന ഒരു പ്രശ്നം. സാറിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു വസ്തുത മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡിഫൻസ് സ്റ്റഡീസ് ആണ്. അത് 80-കളുടെ തുടക്കകാലത്ത്. എങ്ങനെയാണ് അങ്ങനെ ഒരു നീഷ് സബ്ജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? ആദ്യമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെ സന്തോഷം. ഇങ്ങനെ ഇവിടുത്തെ ഭാരതമാതാ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ അറിയുന്നത്. അതിലേക്ക് എന്നെ അഭിമുഖത്തിന് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. കാരണം വിദ്യാർത്ഥികളോട് സംസാരിക്കുക എന്ന് പറയുന്നത്, നേരിട്ടല്ലെങ്കിലും സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നോട് ചോദിച്ചത് ഞാൻ എങ്ങനെ ഈ ഡിഫൻസ് സ്റ്റഡീസ്, അതായത് ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സ്ട്രീം എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്ന ഒരാളാണ്. 10th ക്ലാസ് കഴിഞ്ഞ്, അന്നത്തെ SSLC കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാവരും സയൻസിന് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇക്കണോമിക്സും ഹിസ്റ്ററിയും പഠിക്കാൻ പോകാൻ പറഞ്ഞു. അന്നത്തെ 3rd ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അത് പഠിച്ച് പാസ്സായി, അതിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇക്കണോമിക്സ് ആണ് ഏറ്റവും നല്ലത്. എല്ലാവരും അത് പറഞ്ഞു. ഇല്ല, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോകാം. അങ്ങനെ അന്ന് ഇംഗ്ലീഷ് പോയി പഠിച്ചു. അതും നല്ല മാർക്ക്, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. എനിക്ക് യൂണിവേഴ്സിറ്റി 2nd റാങ്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മാസ്റ്റേഴ്സിനത് പോകാം. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഡിഫൻസ് സ്റ്റഡീസ്. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഫൻസ് സ്റ്റഡീസ് എന്നുള്ളൊരു സബ്ജക്റ്റ് കേട്ടപ്പോൾ അതിങ്ങനെ പൂനെ യൂണിവേഴ്സിറ്റിയിലുണ്ടെന്നറിഞ്ഞു. അന്ന് ഏതോ ഒരു ഹിന്ദു പേപ്പറിലോ മറ്റോ കണ്ടതാണ് ഒരു ന്യൂസ് ആയിട്ട്. അത് കണ്ടിട്ട് ഞാൻ ഭാഗ്യത്തിന് എൻ്റെ അച്ഛൻ അന്ന് പൂനെക്ക് പോകുന്നുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന്. അപ്പോൾ അച്ഛൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. പൂനെയിലുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൂനെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ എത്തിയത്. ഡിഫൻസ് സ്റ്റഡീസ് എന്നൊരു കോഴ്സ്, അത് മാസ്റ്റേഴ്സ് കോഴ്സാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഡിഫൻസ് സ്റ്റഡീസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ. സാറിൻ്റെ ലേഖനങ്ങളിലേക്കും പുസ്തകങ്ങളിലേക്കും വരാം. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ 2ാം ലോക മഹായുദ്ധത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ, നമ്മൾ ഇന്ത്യക്കാർ അതിലില്ല, അത് യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പിടിവലിയായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ താങ്കളുടെ ഈ അടുത്ത് പുറത്തു വന്ന ഒരു പുസ്തകം സേവിങ് ദ വേൾഡ് ഫ്രം ഹിറ്റ്ലർ, 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ വഹിച്ച സുപ്രധാനമായിട്ടുള്ളൊരു പങ്കിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെപ്പറ്റി കൂടുതൽ പങ്കുവയ്ക്കാൻ. ഇത് ശരിയാണ്. അങ്ങനെ പൊതുവെ മിക്ക ഇന്ത്യക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്ന, വന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞു അവരാണ് കമാൻഡ് ചെയ്യുന്ന ആർമി, അതിൽ റിക്രൂട്ട് ചെയ്യാൻ ഇത് കുറേ സോൾജിയേഴ്സിനുണ്ട്, അവരെയും കൊണ്ട് പോയി യുദ്ധം ചെയ്തു. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല അതിനകത്തുണ്ടായിരുന്നത്. ഒന്നാമത് യുദ്ധം തുടങ്ങിയപ്പോൾ അവർ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി. അന്ന് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങിയ സമയമാണ്. 42-ലാണ് ക്വിറ്റ് ഇന്ത്യ. എങ്കിലും ഇന്ത്യ ആദ്യം കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും പൊളിറ്റിക്കലി കോപ്പറേറ്റ് ചെയ്തില്ല നമ്മുടെ നാഷണൽ ലീഡേഴ്സ്. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് അവർ തടഞ്ഞില്ല എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. പിന്നൊന്ന്, ഈ ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും രണ്ടാണ്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു കമാൻഡർ ഇൻ ചീഫ് വൈസ്രോയ് അല്ല, വേറൊരു ജനറൽ ഉണ്ടാവും. എങ്കിലും അതിൻ്റെ താഴേക്ക് ഇന്ത്യൻസ് ആയിരുന്നു. റെജിമെൻറ്റുകൾ ഒരുപാട് ഇന്ത്യൻ റെജിമെൻറ്റുകളാണ്. അപ്പോൾ ഈ റെജിമെൻറ്റുകളെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അവരെ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ വിളിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റൊന്ന് ഇതിനകത്ത് ആലോചിക്കേണ്ടത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ്. എൻ്റെ ബുക്കിനകത്ത് അതാണ്. അതായത് എല്ലാ ഫ്രണ്ട്, ഇപ്പോൾ 2nd വേൾഡ് വാർ എന്ന് പറയുന്ന എത്ര ഫ്രണ്ടിലാണ്. യൂറോപ്പിൽ മാത്രമല്ല യുദ്ധം നടന്നത്. അത് യൂറോപ്യൻ യുദ്ധമല്ല, യൂറോപ്പിലുണ്ടായിരുന്നു. യൂറോപ്പിൽ തന്നെ വെസ്റ്റേൺ യൂറോപ്പിലും ഈസ്റ്റിലും ഉണ്ടായിരുന്നു. ആഫ്രിക്ക, ഹോങ്കോങ്, മലയ, സിംഗപ്പൂർ, ബർമ, സൗത്ത് അമേരിക്ക ഒഴികെ, അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് പോയില്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ US വാറിൽ വരുന്നുണ്ട്. അതായത് ലോകം മുഴുവൻ ഓസ്ട്രേലിയൻ ട്രൂപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇത്രയും ലോകത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നടന്ന യുദ്ധമാണ്. ഈ പോരാട്ടങ്ങളിൽ റഷ്യൻ ഫ്രണ്ടിലൊഴികെ എല്ലാ ഫ്രണ്ടിലും ഇന്ത്യക്കാരായിരുന്നു പ്രധാന റോൾ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ആദ്യത്തെ യുദ്ധം ആരംഭിച്ചു ആഫ്രിക്കയിലായിരുന്നു. അതിൻ്റെ നോർത്ത് യൂറോപ്പ് മുഴുവൻ ജർമ്മനി പിടിച്ചു കഴിഞ്ഞു. ബ്രിട്ടൻ്റെ റെസിസ്റ്റൻസ് തുടങ്ങുന്നത് ബാറ്റിൽ ഓഫ് ബ്രിട്ടനിലാണ്.
അവരൊറ്റയ്ക്കാണ് ആ സമയത്ത്. യൂറോപ്പിൽ അന്ന് വേൾഡ് സിറ്റുവേഷൻ നമ്മൾ നോക്കണം. കംപ്ലീറ്റ് യൂറോപ്പ് ഈസ് അണ്ടർ ഹിറ്റ്ലർ. ബ്രിട്ടൻ മാത്രം ഒറ്റയ്ക്ക്. അപ്പോൾ അവരൊറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാണ്. അവരുടെ ബ്രിട്ടൻ എന്ന ആർമി എന്ന് പറയുന്നത് ബ്രിട്ടനിലില്ല. സോ ഇറ്റ്സ് ആൻ ഐലൻഡ് ആൻഡ് ദേ ഹാഡ് ആൻ എക്സ്പെഡീഷണറി ഫോഴ്സ് ഇൻ യൂറോപ്പ്. അത് ബെൽജിയം, ഫ്രാൻസ് അവിടെയാണ്. ജർമ്മൻ ആർമി ഇത് വന്നതോടുകൂടി അവരെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഡൺകിർക്ക് ഓപ്പറേഷൻ. ഡൺകിർക്ക് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഇവാക്യുവേഷനാണ്. അത് ഇറ്റ്സ് എ ഹീറോയിക് ഫീറ്റ്. പക്ഷേ അവരെ എല്ലാം ബ്രിട്ടനിലെ സേഫ്റ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇനി ഫൈറ്റ് എവിടെയാണ്? എയർ വാർ തുടങ്ങുകയാണ്. ഒപ്പം ആഫ്രിക്കയിലാണ് തുടങ്ങുന്നത്. അത് ആഫ്രിക്കയിലും ബ്രിട്ടൻ്റെ ആർമി എന്ന് പറഞ്ഞാൽ അവരുടെ കൊളോണിയൽ ആർമിയാണെങ്കിലും അവർ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റാലിയൻസാണ് അവിടെ കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനെതിരെ. അവിടെ നിൽക്കക്കള്ളിയിലെ സൊമാലിലാൻഡ്, ഈജിപ്റ്റ്, ഇവിടെയെല്ലാം സുഡാൻ, ഇതെല്ലാം വിട്ടു കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് ഇന്ത്യൻ ആർമിയെ അയക്കാൻ പറയുന്നത്. ഇവിടെ ഇതിനു മുമ്പ് ഒരു വലിയ വാർ ഫൈറ്റ് ചെയ്യാത്ത ആർമിയാണ്. ഇവിടുത്തെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലല്ലാതെ അവരധികം ബർമയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം പോയിട്ടില്ല. ഈ ആർമിയാണ് കൂടുതൽ റിക്രൂട്ട് ചെയ്ത് വേഗം ഡെസേർട്ട് ട്രെയിനിങ്ങും കൊടുത്ത് ഫൈറ്റ് ചെയ്യാൻ വിട്ടത്. പക്ഷെ ആദ്യത്തെ വിക്ടറി തുടങ്ങുന്നത് ഇന്ത്യൻ ആർമി എത്തിയ പിന്നെയാണ്. ആഫ്രിക്കയിൽ ഇറ്റാലിയൻസിനെ പരാജയപ്പെടുത്തുന്നത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ട്രൂപ്സും കമാൻഡേഴ്സ് ബ്രിട്ടീഷ് ആയിരിക്കും, പക്ഷേ യുദ്ധം ചെയ്തത് മുഴുവൻ ഇന്ത്യക്കാരാണ്. അവിടുന്ന് അവരെ പുഷ് ഔട്ട് ചെയ്ത് ഇറ്റലിയിലേക്ക് കയറുന്നു. അവിടെയും ഇന്ത്യൻസാണ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വിജയങ്ങൾ അതോടുകൂടിയാണ് യുദ്ധത്തിൻ്റെ ടൈഡ് തിരിഞ്ഞു തുടങ്ങുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടൻ തോറ്റു പോവുകയാണ്. US അപ്പോഴും യുദ്ധത്തിൽ എത്തിയിട്ടില്ല. പിന്നെ അടുത്തത് ഈസ്റ്റില് ജപ്പാൻ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് വരുന്നു. അമേരിക്കക്കെതിരെയാണ് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഒരു നടത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ആരെയാണ്? ബ്രിട്ടീഷ് കോളനി മലയ ഹോങ്കോങ് ഗാരിസൺ മുഴുവൻ ഇന്ത്യൻ ട്രൂപ്സാണ്. പഞ്ചാബ് റെജിമെൻറ്റും രാജ്പുട്ടാണെന്ന് തോന്നുന്നു. അവരാണ് അവിടെ ഗാരിസൺ ഗാർഡ് ചെയ്തിരുന്നത്. അവർ ലാസ്റ്റ് മാൻ വരെ ഏതാണ്ട് ഫൈറ്റ് ചെയ്ത് ഒടുവിൽ അവർ ഒഴിഞ്ഞു മാറേണ്ടി വന്നു. മലയ വീണു. ഏറ്റവും വലിയ ബ്രിട്ടൻ്റെ തകർച്ച എന്ന് പറയുന്നത് സിംഗപ്പൂർ, ഫാൾ ഓഫ് സിംഗപ്പൂർ എന്ന് പറയും. അതായത് അവരുടെ ഈസ്റ്റേൺ ഗാരിസൺ എന്നാണ് പറയുന്നത്. അത് വീണതോടുകൂടി തോൽക്കുമെന്നുള്ള ഇതായി. എന്നിട്ട് മലയയിലേക്ക് കയറി ജപ്പാൻ പിടിച്ചെടുത്തു. ബ്രിട്ടൻ പുറകോട്ട് വരികയാണ്. സിംഗപ്പൂർ പോയി, മലയ പോയി, പുറകോട്ട് പിന്നെ ബർമയിലാണ് ഭയങ്കരമായ യുദ്ധം. അത് മുഴുവൻ ഇന്ത്യൻ ട്രൂപ്സാണ് കൂടുതൽ. അവിടെ നിൽക്കക്കളില്ലാതെ ആരക്കനും കഴിഞ്ഞ് ഒടുവിൽ എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് വിൽ ടേക്ക് അവർ ലാസ്റ്റ് സ്റ്റാൻഡ് ഓൺ ദ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ബോർഡറിൽ വെച്ചാണ് ലാസ്റ്റ്. അതോടുകൂടി അത് പരാജയപ്പെട്ടാൽ ഇന്ത്യയും ജപ്പാൻ പിടിച്ചെടുക്കും. അപ്പോൾ ആ ബോർഡർ കോഹിമ ആ ലൈനിലാണ് ഏറ്റവും ഇന്ന് വരെ വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇൻറ്റൻസ് ബാറ്റിൽസ് നടന്നത്. അത് മുഴുവൻ ഇന്ത്യൻ ട്രൂപ്സ്, മുഴുവൻ ഏതാണ്ട് മുക്കാലും മുഴുവൻ അത് ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ആ വാർ മാറ്റിയെടുക്കുന്നത്. അതുപോലെ ആഫ്രിക്കയിലും ഇന്ത്യൻസാണ് അവിടെ യുദ്ധം ഉണ്ടാക്കുന്നത്. ഇവിടെ പിടിച്ചു നിൽക്കാം എന്ന് കണ്ടതോടുകൂടിയാണ് യുദ്ധത്തിൻ്റെ കംപ്ലീറ്റ് മാറുന്നത്. അപ്പോൾ ഇന്ത്യൻ ട്രൂപ്സിൻ്റെ ഇത് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. മറ്റൊന്ന്, എല്ലാവരും പറയും റഷ്യൻ ഫ്രണ്ടിലൊന്നുമില്ല, ശരിയായിരിക്കും. പക്ഷേ റഷ്യൻ ഫ്രണ്ടിൽ പോലും റഷ്യൻസിന് ഓയിൽ വേണം. എവിടുന്ന ഓയിൽ എത്തിക്കും? യുദ്ധത്തിന് ഓയിൽ വളരെ ഇന്ധനം വേണ്ടേ? അത് എവിടുന്ന ഓയിൽ? അത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് വേണം. എങ്ങനെ എത്തിക്കും? പേർഷ്യ ജർമ്മനിയുടെ ഇതാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പെഡീഷണറി ഫോഴ്സ് പോകും, പേർഷ്യ ഇറാൻ, എന്നിട്ട് അവിടുന്ന് ഇത് എത്തിക്കണം ഇനി അങ്ങ് നോർത്തേൺ യൂറോപ്പിലേക്ക്. അതിൻ്റെ കംപ്ലീറ്റ് റൂട്ട് ഉണ്ടാക്കിയത് ഇന്ത്യൻ എഞ്ചിനീയേഴ്സാണ്. റഷ്യൻ ഫ്രണ്ടിലും സപ്ലൈസ് എത്തിച്ചു കൊടുത്ത് ഇന്ത്യൻസാണ്. അപ്പം എല്ലാ ഫ്രണ്ടിലും ഇന്ത്യൻ ട്രൂപ്സാണ്. ഇറ്റ് വാസ് വെരി മച്ച് ആൻ ഇന്ത്യൻ വാർ. brings me to my next question. മിലിറ്ററി ഹിസ്റ്ററി സാറിൻ്റെ ഒരു ഇഷ്ട മേഖലയാണ്. സാറിൻ്റെ ലേഖനങ്ങൾ സ്ഥിരമായി വായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ആ ലേഖനങ്ങൾ വളരെ അൺബയസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നാണ് എൻ്റെ അടുത്ത ചോദ്യം വരുന്നത്. ബിക്കോസ് ദേ സേ ദർ ഇസ് നോ ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി. ഒറാൻ പാമുക്കാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഒരു ബോർഡറിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ നിങ്ങൾ എന്നതിനനുസരിച്ച് whatever happened in 1453 is either fall of Constantinople or conquest of Constantinople. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്ര രചന
നിഷ്പക്ഷമായിട്ട് സമീപിക്കാൻ സാധിക്കുക, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് മിലിറ്ററി ഹിസ്റ്റോറിയോഗ്രഫി? 100% നിഷ്പക്ഷത ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ഒബ്ജക്റ്റിവിറ്റി വളരെ വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബയസ് ഉണ്ടാവും. പിന്നെ ഒന്ന് നമ്മുടേതായിട്ടുള്ള ചില നാഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അതുണ്ടാവും. അത് അത്രയും മാറ്റി വെച്ചുകൊണ്ട് ഒബ്ജക്റ്റ്. കാരണം ഈ ഹിസ്റ്ററിയെ വേണ്ടതിലധികം ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴേക്കുമാണ് ഈ ബയസ് വരുന്നത്. ഞാൻ അങ്ങനെ ഇൻ്റർപ്രിറ്റേഷന് കഴിയുമെങ്കിൽ പോകാറില്ല. എനിക്ക് നറേഷൻ കൊടുക്കുക, അതായത് എൻ്റെ ചരിത്രം വായിച്ചു കൊടുക്കുക, കേൾക്കാൻ എന്താണ് രസമുണ്ടാവണം. അതായത് നറേഷനാണ് ചെയ്യുന്നത്. നറേറ്റീവ് ഹിസ്റ്ററിയിൽ ബയസിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഫ്രീഡം സ്ട്രഗിളോ അല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയൽ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ 1850s 1757 പ്ലാസി ക്ലൈവ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് ചതിയുടെ കാര്യമോ അല്ലെങ്കിൽ എന്താണ് ഒരു വിക്ടിമൈസേഷൻ്റെ കാര്യം പറയേണ്ടതില്ല. സംഭവം ഈ ഇയറിൽ ഇന്നത് സംഭവിച്ചു എന്ന് എഴുതുക, അത്രയേ ഞാൻ എഴുതാറുള്ളൂ. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അവസരം വേറെയുണ്ട്. ഞാൻ എൻ്റെ സാധാരണ റൈറ്റിങ്ങിൽ ഞാനത് ഇന്നതൊക്കെ നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് നടക്കുന്ന പിന്നെ വായിക്കുന്നവർക്ക് അതിൻ്റെ അവരവരുടെ ബയസോ അവരുടെ ഇൻ്റർപ്രിറ്റേഷനോ എടുക്കാം. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും ഈ ഹിസ്റ്ററിയെ ഇപ്പോൾ ഈ ഓരോ സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താണ് കൊളോണിയൽ ഹിസ്റ്ററി, കൊളോണിയൽ വേർഷൻ, നാഷണലിസ്റ്റിക്, ലെഫ്റ്റിസ്റ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അതിന് പോകാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ വേലായുധൻ പണിക്കശ്ശേരി, അദ്ദേഹത്തെ പറ്റി ഇതാണ് പറയുന്നത്. അദ്ദേഹം യാതൊരു വേണ്ടാത്ത ഇൻ്റർപ്രിറ്റേഷന് പോകില്ല. ഇൻ്റർപ്രിറ്റേഷൻ വേണ്ടാന്നല്ല, അത് വേണ്ടവർക്കാവാം. ഞാൻ എഴുതുമ്പോൾ അദ്ദേഹം ചെയ്ത പോലെ ആ നറേറ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. കൂടുതൽ ഫാക്ട്സ് പുറത്തു കൊണ്ടുവരിക, ആ ഫാക്റ്റ് പുറത്തു കൊണ്ടുവരിക, കൂടുതൽ പേർക്ക് കൂടുതൽ സംഭവങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് ബയസ് വരുന്നത്. അപ്പോൾ വരും, അത് തെറ്റില്ല, ഇൻ്റർപ്രിറ്റേഷൻ വളരെ ആവശ്യമാണ്. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന അല്ലെ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നറേറ്റീവ് ഹിസ്റ്ററിയാണ്, അത് ഒബ്ജക്റ്റീവായിട്ട്. പലപ്പോഴും ഹിസ്റ്ററി എന്ന പേരിൽ പഠിപ്പിക്കുന്നത് അല്ലെ പഠിക്കുന്നത് സോഷ്യോളജി ഓഫ് ദ പാസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം കുട്ടികൾക്ക് 6 മുഗൾ എംപറേഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ എന്തൊക്കെ ചെയ്തു, അതിന് ബയസൊന്നും വേണ്ട, അതങ്ങ് പറഞ്ഞു കൊടുക്കുക, നറേഷൻ. പിന്നെ കുട്ടികൾ വായിക്കട്ടെ. ആദ്യം നറേറ്റീവ് ഹിസ്റ്ററി പറഞ്ഞു. ഞാൻ ബേസിക്കലി ആ നറേറ്റീവ് ഹിസ്റ്ററിയാണ് ചെയ്യുന്നത്. 20 വർഷത്തോളം വാർ റിപ്പോർട്ടേഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. അനിത പ്രതാപ് ശ്രീലങ്കയിൽ നിന്നുള്ള കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതും ഈഴം നേതാക്കളുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയൊക്കെ വായിച്ചത് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. എനിക്ക് തീർച്ചയാണ് താങ്കൾക്കും അങ്ങനെ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഈ യുദ്ധമുഖത്തു നിന്നുള്ള റിപ്പോർട്ടിംഗ് സമയത്ത് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. തീർച്ചയായും വളരെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ മെയിനായിട്ട് സിയാച്ചനിൽ 5 തവണ ഞാൻ പോയിട്ടുണ്ട്. കാർഗിൽ അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഞാൻ റിപ്പോർട്ടിങ്. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാനിലെ അവരുടെ സ്വാറ്റ് വാലിയിലെ അവരുടെ ഓപ്പറേഷൻ, അതിനായിട്ടൊരു ടീമിൻ്റെ കൂടെ ഞാൻ പോയിരുന്നു. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഭാഗ്യമൊന്നല്ല നിർഭാഗ്യമെന്നാണ് കോൺഫ്ലിക്റ്റ് റിപ്പോർട്ടിങ്ങിന് പോകുന്നത്. എങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് അതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കാർഗിലിൽ തന്നെ ഇൻഫൻട്രി കാലാൾപ്പട പട്ടാളത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ആർട്ടിലറിയുടെ കൂടെയാണ്, അതായത് പീരങ്കിപ്പട. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവർ ഫയർ ചെയ്യുമ്പോഴും, അപ്പോൾ ഫയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ വിചാരം ഫയർ ചെയ്തുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് മറുവശത്ത് നിന്ന് ഫയർ വരെ, ഇങ്ങനെ അതല്ല. ഓരോ ഫയറിങ്ങിൻ്റെ അതിൻ്റെ ഒരുപാട് ഓപ്പറേഷണൽ കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കുന്നിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഫയർ ചെയ്താൽ ഫയറിങ് എവിടെയാണ് വീഴുന്നതെന്ന് ഈ ഫയർ ചെയ്യുന്നയാൾ കാണുന്നില്ല. ആ ഷെല്ല് എവിടെ പോയി പതിക്കുന്നു എന്ന് അദ്ദേഹം കാണുന്നില്ല. അതിനാണ് ഒരു കുന്ന് ഉണ്ടാവും, ആ കുന്നിൻ്റെ ഈ വശത്ത് നിന്ന് ഫയർ ചെയ്ത് കുന്നിൻ്റെ മേലെ കൂടെ ഷെല്ല് പറന്ന് മറുവശത്ത് പോയി വീഴുകയാണ് ചെയ്യുന്നത്. അവിടെ അത് കറക്റ്റാണോ വീണത് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ പോസ്റ്റുകാരാണ്. അത് മലയുടെ മുകളിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയി നോക്കുന്നവരോ ആയിരിക്കും. അവരാണ് അറിയിക്കുന്നത് നിങ്ങൾ ഉന്നം വെച്ചത് ഇത്ര തെറ്റിപ്പോയി, അപ്പോൾ അടുത്ത ഫയറിങ് ഇതായിരിക്കും. പക്ഷേ ഈ ഫയർ ചെയ്യുമ്പോൾ മറ്റൊരു കുഴപ്പമുണ്ട്, യു ആർ ഓൾസോ റിവീലിംഗ് യുവർ ഓൺ പൊസിഷൻ. കാരണം എവിടുന്നാണ് ഫയർ വരുന്നതെന്ന് എനിമിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. അത് വെച്ച് അവർ തിരിച്ച് ഫയർ ചെയ്യും. അപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് മൂവ് ചെയ്യും. അപ്പോൾ ഈ സ്ക്രാമ്പിളാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ. ഇത് അന്ന് വളരെ അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഫേസ്. പക്ഷേ എനിക്ക് കൂടുതൽ
എന്താ മറക്കാൻ എന്നെ അൺനെർവ് ചെയ്തത് മറ്റു പലതുമാണ്. ഈ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് പാകിസ്ഥാൻ അവരുടെ ഒരു റെക്കഗ്നൈസൻസ് വിമാനം, സ്പൈ പ്ലെയിൻ, നമ്മുടെ ഗുജറാത്തിലെ കച്ച് ബോർഡറിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അവർ ഇൻട്രൂഡ് ചെയ്ത് വരും. ആ ഏരിയ റെക്കഗ്നൈസ് ചെയ്യാൻ വരുന്നതാണ്. അത് ഈ മാരിടൈം റെക്കഗ്നൈസൻസ് വിമാനമാണ്. അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പലതവണ ഇന്ത്യൻ എയർഫോഴ്സ് വാണിംഗ് കൊടുത്തു, ഇങ്ങനെ ഇന്ത്യൻ ബോർഡർ കടന്നു വരരുത്. പലതവണ വാണിംഗ് ആയി, എന്നിട്ടും അവർ കേൾക്കുന്നില്ല. പിന്നെയും ഇൻട്രൂഡ് ചെയ്ത് വന്നപ്പോൾ ഒരു തവണ ഷൂട്ട് ഡൗൺ ചെയ്തു. ഒരു MiG-21 ഫൈറ്റർ പൈലറ്റ് പോയി ഷൂട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ പ്രൊട്ടസ്റ്റ് ചെയ്തു. അവർ വേൾഡ് ഒപ്പീനിയൻ അവരുടെ സൈഡിലാക്കാൻ നോക്കി. അതായത് പാകിസ്ഥാൻ സൈഡ് ഓഫ് ദ ബോർഡർ അതിലേ പറന്നിരുന്ന ഒരു മാരിടൈം എയർക്രാഫ്റ്റിനെ ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റ് ചെയ്തു. അതായത് ഇന്ത്യൻ എയർഫോഴ്സാണ് ഇൻട്രൂഡ് ചെയ്തിട്ടോ ഈ വശത്തു നിന്നാണെങ്കിൽ അവരുടെ എയർ സ്പേസിൽ പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനത്തെ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു, അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആകുകയാണ്. അപ്പോൾ ഈ സംഭവം ഏതാണ്ട് രാവിലെ നടന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞതോടുകൂടി അറിഞ്ഞു. ഞങ്ങൾ വേഗം എയർഫോഴ്സിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ പത്രക്കാർ, ഡിഫൻസ് കവർ ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ സൈഡിലാണ്, അവർക്ക് കടന്നു വന്നാണ്, പ്രൂഫുണ്ട്. അപ്പം നമ്മളത് പ്രൂഫെന്ന് പറഞ്ഞാൽ അവിടെ ബോർഡർ വരച്ചു വെച്ചിട്ടൊന്നുമില്ല. ഒന്നാമത് മാർഷി ഏരിയ ആണ്, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ചതുപ്പ് ഇതാണ്, വെള്ളം. ആ സമയത്ത് മഴ കാരണം കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എവിഡൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ഒരു ഗുജറാത്തിൽ നാഡിയ ബേസിലോ ഉത്തർലായിലോ എവിടെയോ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ബ്രീഫിംഗ് അവിടുത്തെ എയർഫോഴ്സ് ഓഫീസേഴ്സ് തന്നു. അതിനുശേഷം ഞങ്ങളെ ഹെലികോപ്റ്ററിൽ, 3 ഹെലികോപ്റ്ററിൽ, ഓരോ ഹെലികോപ്റ്ററിലും ഞങ്ങൾ 6-7 പേര് കാണും. അങ്ങനെ ഹെലികോപ്റ്ററിൽ ഈ സ്പോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അതായത് ബോർഡറിലേക്ക്. അപ്പോൾ അവിടെ നമ്മളെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് അവർ ബ്രീഫ് ചെയ്ത് തരും. ഒച്ച കേൾക്കാൻ വയ്യ എങ്കിലും ഉറക്കെ പറയും, അതാണ് നമ്മുടെ ബോർഡറായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അതിനിപ്പുറത്താണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും പാകിസ്ഥാൻ അവർ ഇതിന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഹെലികോപ്റ്റർ മൂവ്മെൻറ്റ്. അവർക്ക് മനസ്സിലായി ഒരു മീഡിയ ടീം ആരെയോ കൊണ്ടുവരികയാണ് ഇതിലേക്ക്. അവർ ഫയർ ചെയ്തു ഞങ്ങളുടെ ഹെലികോപ്റ്റർ. ഈ ഫയർ പെട്ടെന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഹെലികോപ്റ്റർ ഇങ്ങനെ ഒരു പ്രത്യേക ആൾട്ടിറ്റ്യൂഡിൽ പറക്കായിരുന്നു. അങ്ങ് താഴേക്ക് വന്നു. താഴെ വന്ന് ഞങ്ങൾ പേടിച്ചു പോയി, ഇത് വീഴുകയാണെന്ന് ചോദിച്ചു. പക്ഷേ വീണില്ല. ചതുപ്പിന് തൊട്ട് ഏതാനും മീറ്റർ മുമ്പിൽ വരെയായി നിർത്തി. എന്നിട്ട് പറക്കുകയാണ്, നിർത്താൻ പറ്റില്ല. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഫയറിങ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഹെലികോപ്റ്ററിനെതിരെയാണ് ഫയർ ചെയ്തത്. അത് എന്താണ്, ലക്ഷ്യത്തിൽ കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കഥ പറയാൻ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. അതാണ് ഒരു ഇതുണ്ടായിരുന്നത്. പിന്നീട് എനിക്കുണ്ടായ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അത് യുദ്ധത്തിലല്ല, അതായത് അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് താലിബാൻ കാബൂളിൽ നിന്നും അവരെ ഓടിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാൻ നോക്കുകയാണ്. അതിൽ ഞാനും മറ്റൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, മറ്റൊരു പത്രക്കാരൻ ഇന്ത്യൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വണ്ടി എടുത്ത് ഒരു ഡ്രൈവറുമായിട്ട് ഞങ്ങൾ അന്ന് ഈ സലാങ് മൗണ്ടൻസിൻ്റെ അതിൻ്റെ ഒരു പാസ് ഉണ്ട്, അത് മുഴുവൻ തകർത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ പോയി ഒരു 1.5 മണിക്കൂർ ഇത് തകർന്ന് കിടക്കുന്ന അതിൻ്റെ മേലെ നടന്ന് മറുവശത്തെത്തി വേറൊരു വണ്ടി എടുത്ത് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സലാങ് മൗണ്ടനിൽ നിന്ന് ഇറങ്ങുകയാണ്. മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന മലയാണ്. ചെറിയൊരു നാരോ ലെഡ്ജ് മാതിരിയുള്ള റോഡാണ്. അതിൽ കൂടെ ഞങ്ങളുടെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്കിഡ് ചെയ്യാണ്, മഞ്ഞിൽ സ്കിഡ് ചെയ്യും. സ്കിഡ് ചെയ്യുമ്പോൾ ഞങ്ങളങ്ങ് എനിക്ക് വല്ലാതെ ഭയമാകുന്നുണ്ട്, പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആർ യു അഫ്രേഡ് എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ യെസ് ഐ എം അഫ്രേഡ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി അങ്ങ് കൺട്രോൾ വിട്ടു. ഇത് സ്കിഡ് ചെയ്ത് ഊന്ന് പറഞ്ഞ് കരിയും ചെയ്തങ്ങ് പോയി. ഞാൻ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്ത് ചാടാൻ നോക്കി. ഞാൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു, അപ്പോൾ മറുവശത്താണ് ഇത്. ഏതായാലും വണ്ടി പെട്ടെന്ന് നിന്നു. എങ്ങനെയോ ഡ്രൈവർ നിർത്തിക്കഴിഞ്ഞ് വേഗം പുറത്തിറങ്ങി. നല്ല തണുപ്പാണ്, മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. സ്വെറ്റ് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ഇഞ്ച് കൂടെ പോയിരുന്നെങ്കിൽ അഗാധമായ ഗർത്തത്തിലേക്കാണ്. അത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടൻ്റെ ഒരു വലിയ ഗർത്തത്തിലേക്ക് പോകും. അത് കണ്ട് പേടിച്ചൊന്നും തന്നെയല്ല. പെട്ടെന്ന് ഞാൻ മറ്റൊന്ന് ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത്. ഞാൻ കാബൂളിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3 ദിവസമായി. കാബൂളിൽ നിന്ന് വീട്ടിലേക്ക് മെസ്സേജ് കൊടുത്തതല്ലാതെ ഞാൻ പിന്നെ എവിടെയാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നോ എവിടെയാണെന്നോ 3 ദിവസമായിട്ട് ആർക്കും അറിയില്ല. ആ ഭാഗത്തെങ്ങും ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മലയുടെ ഇത്രയും മഞ്ഞ് മൂടി കിടക്കുന്ന മലയുടെ മുകളിൽ ഞാൻ അവിടെ വീണ് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ ഇപ്പോഴും അറിയില്ലായിരുന്നു
ഞാൻ എവിടെ പോയെന്നോ എൻ്റെ ബോഡി എവിടെയാണ് കിടക്കുന്നതെന്നോ ഒന്നും അറിയില്ല. ആ ഫിയർ ഓഫ് അൺനോൺ ഡെത്ത്, ഫിയർ ഓഫ് ഡെത്ത് ഈസ് വൺ തിങ്, ഫിയർ ഓഫ് അൺനോൺ ഡെത്ത് എന്ന് പറയുന്നതാണ് വല്ലാതെ അൺനർവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി ആകാശത്തേക്ക് നോക്കിയപ്പം അകലെ ഈ മേഘങ്ങൾ കാണുന്നതൊക്കെ എൻ്റെ മക്കളുടെ മുഖമായിട്ടൊക്കെ തോന്നുക, ഹല്യൂസിനേഷനൊക്കെ വന്നു വല്ലാതെ. പിന്നെ എങ്ങനെയോ ഞങ്ങൾ കുറേ ദൂരം കൂടെ പോയി ഒരു വാർലോഡിൻ്റെ ക്യാമ്പിൽ പോയി താമസമായി. ഏതാണ്ടൊരു ഒരാഴ്ചയോളം അവിടെ താമസിക്കേണ്ടി വന്നു. ഇത്രയും ഈ നാളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു വഴിയില്ല വീട്ടിൽ. അത് കഴിഞ്ഞ് അവിടുന്ന് ഫെറി കിട്ടി. വിളിക്കുന്നത് ഇവിടെ ദാമുദാരിയ നദി, പഴയ അതൊക്കെ വളരെ പിക്ചറസ്ക്കാണ്. അതും അതിൻ്റെ രസം മറ്റൊന്നുമുണ്ട്. അത് കടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. നമ്മൾ പോയി അതൊരു എന്താ ഗോഡ് ഫോർ സേക്കൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെയെങ്കിലും, വളരെ സുന്ദരമാണ് താനും. ഈ പുഴ വലിയ ആഴമില്ല. ബോർഡർ ബിറ്റ്വീൻ തജിക്കിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അവിടെ അതിന് മുമ്പുള്ള ഒരു ചെറിയ റിവറിൻ്റെ കാര്യം, അത് കിടക്കുന്നത് കുതിരപ്പുറത്ത്. കുതിരയ്ക്ക് അത് കിടക്കാം എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് അറിയുള്ളൂ വഴി, ഈ ആഴമില്ലാത്ത ഭാഗമായിരുന്നു. കുതിരപ്പുറത്ത് ഒരാൾ മുമ്പേ പോകും, ഞങ്ങൾ പുറകെ മറ്റൊരു കുതിരപ്പുറത്ത്, ഓരോ കുതിരപ്പുറത്ത് ഇങ്ങനെ ചാടി അതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പുറത്ത് പോയി അങ്ങനെയാണ് വന്നത്. ആ രീതിയിൽ അങ്ങനെ കുറേ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ആലോചിക്കുമ്പോൾ ത്രില്ലുണ്ട്. എന്താ ഈ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഥകളുണ്ട് ഒരുപാട് എന്നുള്ളതാണ്. പക്ഷെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എത്ര പേരെയാണ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ട്രോമറ്റൈസ് ചെയ്യുന്നത്. അതെ, ലൈഫ് കംപ്ലീറ്റ് ആളുകളുടെ ലൈഫ് മുഴുവൻ തകരുകയാണ് എത്രയോ പേരുടെ. നമ്മൾ കോൺഫ്ലിക്റ്റ് സോണിലായിരിക്കുമ്പോൾ അവിടുത്തെ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും അവരുടെ സാമൂഹിക ജീവിതവും അവരുടെ മുഖങ്ങളും എല്ലാം നമ്മുടെ അനുഭവ ലോകത്തിന്റെ ഭാഗമാവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഓർമ്മകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ മറ്റു സോണുകളിൽ നിന്നോ? രണ്ടെണ്ണം എടുത്തു പറയേണ്ടതുണ്ട് പറയുകയാണെങ്കിൽ. ഒന്ന്, ഞാനവിടെ എത്തി കുറച്ച് ദിവസത്തിനകം താലിബാൻ വീണു. കാബൂൾ ഏതാണ്ട് ലിബറേറ്റഡ് ആയെങ്കിലും താലിബാൻ്റെ എലവൻസ് പലയിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഞങ്ങൾക്ക് അവിടുത്തെ വലിയ ഹോട്ടൽ കിട്ടിയില്ല, ചെറിയൊരു ലോഡ്ജ് മാതിരിയുള്ള അടുത്താണ് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലുണ്ട്, കാബൂൾ ഇൻ്റർനാഷണൽ. അവിടെ വൈകിട്ട് കോഫി കുടിക്കാൻ, കാരണം മറ്റ് പത്രക്കാരെയൊക്കെ അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പത്രക്കാരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഒരിടത്ത് ബ്രീഫിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അറിയിക്കും എല്ലാവരും. അങ്ങനെ ഒരുപാട് കോപ്പറേഷൻ ഈ കോമ്പറ്റീഷൻ്റെ ഇടയ്ക്കും ഞങ്ങളുടെ ഫ്രറ്റേണിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ പോവും, ഗോസിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ അവിടെ താലിബാൻ്റെ ഭരണകാലത്ത് സിനിമ ഇല്ല, വീഡിയോ ഇല്ല, പാട്ടില്ല, ഡാൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ താലിബാൻ പോയ ഉടനെ ആദ്യത്തെ ദിവസം അവിടുത്തെ പാർക്ക് തിയേറ്റർ തുറന്നു. ആദ്യം ഒരു ഹിന്ദി സിനിമയായിരുന്നു, ഒരു ധർമ്മേന്ദ്ര സിനിമയായിരുന്നു, 9/11 കഴിഞ്ഞിട്ടുള്ള ആ യുദ്ധത്തിൽ തന്നെ. എന്നിട്ട് രസം, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങളിങ്ങനെ ഒരു കോഫിയും കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അപ്പോൾ ഈ അന്ന് അവരുടെ ഈ നൊയമ്പ് പീരീഡും കൂടിയായിരുന്നു. അപ്പോൾ അവിടുത്തുകാരും കഴിക്കില്ല. പക്ഷേ നൊയമ്പ് വൈകുന്നേരം ആദ്യത്തെ ഭക്ഷണം പ്രയറും എല്ലാം കഴിഞ്ഞ ഉടനെ പോയി വീഡിയോ ഇട്ടിട്ട്, അന്ന് വീഡിയോ കാസറ്റാണ്, അതിട്ട് സിനിമ കാണുക. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറകിൽ നിന്നൊരു പാട്ടോ എന്തൊക്കെയോ കേട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് ഹിന്ദി സിനിമ എപ്പോഴും കേൾക്കുന്നതാണ് അന്ന്, ഇത് ഹിന്ദി അല്ലല്ലോ. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത റൂമിലാണ്. അപ്പോൾ ഈ ഹോട്ടലിലെ സ്റ്റാഫ് മുഴുവൻ ഇതും തന്നിട്ട് ഇരുന്ന് സിനിമ ഇത് കാണുകയാണ്. കാരണം ക്രേവിംഗ് ആണ്, സിനിമ കണ്ടിട്ടില്ല കുറേ കാലമായിട്ട്, ഇത് വിട്ട് കാണുകയാണ്. ഞാൻ ചെന്ന് സിനിമ ഏതാണെന്ന് നോക്കിയപ്പോൾ തമിഴ് ഒരു MGR ജയലളിത സിനിമ. അവിടെ കാബൂളിൽ ഈ ഹോട്ടൽ വെയിറ്റേഴ്സ് ഇരുന്ന് MGR ജയലളിത സിനിമ കാണുക. എന്തോ ഒരു രാജാപ്പാട്ട് കുതിരപ്പുറത്ത് വരെ MGR പോകുന്നു, എന്തൊക്കെയാണ്, ഏത് ഫിലിമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്ത് ഫിലിമാണെന്ന്. ഇന്ത്യൻ ഫിലിം, നോ ഹിന്ദി, ബംഗാളി എന്നാണ്, അത്രയും അവർക്കറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ തമിഴാണ്. ഓക്കെ, അതൊന്നും അവർക്കിത് കണ്ടാൽ മതി, ഇതിൻ്റെ സ്പെക്ടക്കിൾ കാണുക എന്നുള്ളതാണ്. അതായിരുന്നു ഒരു അനുഭവം. മറ്റൊന്ന്, കാബൂളിൽ ഏതാണ്ട് 3-4 ആഴ്ച ഉണ്ടായിരുന്നു ഞാൻ. അത്രയും നാൾ അന്ന് താലിബാൻ പോയി കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു സ്ത്രീയെ കണ്ടില്ല. ആ സ്ത്രീയെ കണ്ടു, മുഖം കണ്ടില്ല. സ്ത്രീകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്, എല്ലാം ഫുൾ ബുർഖയിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം അറിയാം, ആ ബുർഖയുടെ താഴേക്ക് നോക്കുമ്പോൾ അവരുടെ കാല് കാണാം. മിക്കവാറും നല്ല ഹൈ ഹീൽഡ് ഷൂ ഇട്ടാണ് നടക്കുന്നത്. ഈ ഒരു എർബൻ
ഒരു സ്ത്രീ നടക്കുന്നതും ഒരു വില്ലേജിൽ നിന്നൊക്കെയുള്ളവർ നടക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ബുർഖ ഇട്ടിരിക്കുകയാണ്. ഈ ഇത് ഗേറ്റ് വളരെ ഇതാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ വളരെ മോഡേൺ ഈ ഇതായിട്ടുള്ള. അപ്പം എൻ്റെ ഇൻ്റർപ്രറ്റർ ഒരാളുണ്ട്, അയാളോട് പറഞ്ഞു ഐ നോട്ട് സീൻ എ വുമൻസ് ഫേസ് ഹിയർ, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വലിയ വിഷയം. ഒടുവിൽ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, യു കം ടു മൈ ഹൗസ്, ഐ മേക്ക് യു ടോക്ക് ടു മൈ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഓ ശരി. അവനൊരു 18-19 ഇയർ ഓൾഡ് പയ്യനാണ്. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടിൽ പോയി. അപ്പോഴും പേടിയാണ് താലിബാനെ. അകത്ത് കയറി അയാൾ ഫ്രണ്ട് ഡോർ അടച്ചു. വീട്ടിൽ അവരുടെ പേരൻ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നൊക്കെ ഗ്രീറ്റ് ചെയ്തു. അകത്തൊരു റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ. എന്നിട്ട് ആ വാതിലും അടച്ചു. അപ്പോൾ ഒരു ബുർഖയൊക്കെ ഇട്ടൊരു ഫുള്ളി ഇത് കവേർഡായിട്ടുള്ളൊരു ലേഡി വന്നു. അവരതങ്ങ് മാറ്റിയപ്പോൾ ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു യങ് ഗേൾ ഓഫ് മേ ബി 20 or so. യെസ് മിസ്റ്റർ, ഞാൻ പറയും യെസ് മിസ്റ്റർ പ്രസിഡന്റ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞ് നല്ല ഹെവിലി ആക്സെൻറ്റഡ് കോൺവെൻറ്റ് ഇംഗ്ലീഷിൽ ഒരു ലേഡി നന്നായിട്ട് കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു ഞാനിവിടെ സീക്രട്ടായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ട് കണ്ട ഏക സ്ത്രീയുടെ മുഖം അതായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ലൈഫ് കുറേ നാളായിട്ട്, ഇപ്പോൾ കുറേശ്ശെ ഞങ്ങൾക്ക് പേടിയൊക്കെ മാറി തുടങ്ങുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങൾ. 34 വർഷത്തോളം ഡൽഹിയിലാണ് സർ താമസിച്ചിരുന്നത്. അപ്പോൾ ഏതൊരു ഇന്ത്യൻ നഗരമായിരുന്നാലും, അത് ഞാൻ മുംബൈയിലുള്ളവരോടും ഡൽഹിയിലുള്ളവരോടും കൽക്കട്ടയിലുള്ളവരോടും ഹൈദരാബാദ് ആയിരുന്നാലും അവർ സംസാരിക്കുമ്പം after you live for so many years in an Indian city, you grow to love the city. They say you can take the person out of the city but not the city out of the person. So this is a question with a personal aspect. What is Delhi for you? ഡൽഹിയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഒന്നാമത് മറ്റ് പലരെയും പോലെയല്ല, ഞാൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു പോയതാണ്. കാരണം ഡൽഹിയെക്കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു. ഡൽഹി ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി താല്പര്യം ഉണ്ടായിരുന്ന കാരണം ഒരുപാട് ഇന്ത്യൻ ഹിസ്റ്ററി നല്ലൊരു ശതമാനവും ഡൽഹിയിലാണല്ലോ. പ്രത്യേകിച്ച് സുൽത്താനേറ്റ്, മുഗൾ, ബ്രിട്ടീഷ് പീരീഡ് മുഴുവൻ ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ ഇത് അവിടെയായിരുന്നു. കൽക്കട്ടയിലായിരുന്നു ബ്രിട്ടീഷ് കുറേ നാൾ ക്യാപിറ്റലെങ്കിലും. അപ്പോൾ ഈ ഡൽഹിയെക്കുറിച്ച് വളരെയധികം വായിച്ചിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചോദിച്ചു പോയതാണ്. ചെന്ന് ഞാനന്ന് വിവാഹം കഴിഞ്ഞിരുന്നു, പക്ഷേ എൻ്റെ വൈഫും വന്നിട്ടില്ല. ഞാൻ ഡൽഹിയിൽ അന്ന് കുറച്ച് നാൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹോളിഡേ സൺഡേ ഒക്കെ അന്നൊരു മോട്ടോർ സൈക്കിളും ഉണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ ഞാൻ വായിച്ച സ്ഥലം, ഓഫ് കോഴ്സ് റെഡ് ഫോർട്ടും കുത്തബ് മീനാറും ഒക്കെ ആദ്യമേ പോയി കണ്ടു. അതിന് മുമ്പ് പോയിട്ടുള്ള കാരണം അതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹിസ്റ്ററിയിൽ വായിച്ച സ്ഥലങ്ങളും ഇതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഒരുപാട് വായിച്ചിട്ടുള്ള കാരണം മിക്കവാറുമുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി ഞാൻ റെഡ് ഫോർട്ടും ഒക്കെ കഴിഞ്ഞ് പിന്നെ നോർത്ത് ഡൽഹി, നിങ്ങളുടെ റോസ് പഠിച്ചിരുന്ന ക്യാമ്പസ് ആ ഭാഗത്തൊക്കെ പോയി. അവിടുന്ന് ഫർദർ നോർത്ത് പോയി. കുറേ കഴിഞ്ഞ് വഴി തെറ്റി കറങ്ങി പോയി. അത് ആ സിവിൽ ലൈൻസിൻ്റെ ആ റിഡ്ജ് എന്ന് പറയുന്ന ആ ഏരിയയാണ്. അവിടെ വഴി അന്ന് ഈ ഗൂഗിൾ മാപ്പും പോയിട്ട് മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത കാരണം അന്ന് ഈ വഴി തെറ്റി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് എവിടെയൊക്കെയോ എത്തി. ഇനി എവിടെയെങ്കിലും നിർത്തി വഴി ചോദിക്കണം. അപ്പോൾ എങ്ങോട്ടെന്ന് പറഞ്ഞ് വഴി ചോദിക്കാൻ ഒരു ഡെസ്റ്റിനേഷൻ അറിയാവുന്ന കൊണാർട്ട് പ്ലേസ്, അത് എത്രയോ അകലെയാണ്. അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണാർട്ട് പ്ലേസ് പറഞ്ഞു തരുന്നവർക്ക് തന്നെ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ കഴിയും. പലതും ചോദിച്ച് ആകെ വിഷമിച്ചപ്പോൾ പിന്നെ ഒരിടത്ത് നിർത്തി. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. ഈ റോഡ് സൈഡിൽ നിന്ന് ചായ വെക്കുന്ന ഒരാളുടെ ഇന്നൊരു ചായയൊക്കെ കുടിച്ച് ഒരു സിഗരറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് അകലെ ഒരു ബോർഡ് കണ്ടു, നിക്കൾസൺ റോഡ്. നിക്കൾസൺ, ഇതെനിക്കറിയാവുന്ന ആളാണല്ലോ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിക്കൾസൺ പാർക്ക്. അപ്പോൾ ഓർമ്മ വന്നു, ഓക്കെ ഇത് ബ്രിഗേഡിയർ നിക്കൾസൺ ആയിരിക്കും. 1857 ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സിപ്പായി ലഹള എന്ന് പറയുന്ന മ്യൂട്ടനി, അല്ലെ ഫസ്റ്റ് റെബല്യൻ, അത് സംഭവിച്ചത് അത് ഓർത്തപ്പോൾ അന്ന് മീററ്റിൽ നിന്ന് വന്ന പട്ടാളക്കാരാണ് വന്ന് ഇവിടെ ഡൽഹി ഫോർട്ടിലെത്തി. അന്നത്തെ ഒരു ടിറ്റുലർ എംപറർ ഉണ്ടായിരുന്നു, ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തെ ഇവരുടെ നേതാവായി പ്രഖ്യാപിച്ച് എന്നിട്ട് ബ്രിട്ടീഷുകാരെ എല്ലാം അവിടുന്ന് ഓടിച്ചു. ഒരു ചെറിയ ബാറ്റിലൊക്കെ നടന്നു. കാര്യമായ റെസിസ്റ്റൻസ് ഉണ്ടായില്ല, കാരണം ബ്രിട്ടീഷുകാർക്ക് വലിയ ഫോഴ്സ് അവിടെ ഇല്ല. അപ്പോൾ അവരെയൊക്കെ ഓടിച്ചു, ഇവരെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ അതിന് ശേഷം അവരുടെ കൗണ്ടർ അറ്റാക്ക് വരുന്നു. അതൊരു 1 മാസമോ 2 മാസമോ കഴിഞ്ഞാണ് മ്യൂട്ടനി തുടങ്ങുന്നത്. അപ്പോൾ ഈ കൗണ്ടർ അറ്റാക്കിന് വന്നത് പഞ്ചാബിൽ നിന്നുള്ള റെജിമെൻ്റ് ആയിരുന്നു. അത്
അതിൻ്റെ കമാൻഡർ ഒരു ബ്രിഗേഡിയർ നിക്കൾസൺ ആണ്, ജോൺ നിക്കൾസൺ. അപ്പോൾ അതും ഓർമ്മയുണ്ട്. ഈ നിക്കൾസണിൻ്റെ ഓർക്കാൻ വലിയ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നിക്കൾസൺ ഡൽഹി പിടിക്കുന്നത് ഡൽഹി ഗേറ്റ് കാശ്മീരി ഗേറ്റിൻ്റെ സൈഡിലാണ്. കാശ്മീരി ഗേറ്റ് അറ്റാക്ക് ചെയ്ത് സിറ്റിയിലേക്ക് കയറാനാണ് നിക്കൾസണും അദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റ് ഈ പീരങ്കിപ്പട ഇങ്ങനെ ഫയറിങ് നടക്കുന്ന സമയത്ത് ഈ കാശ്മീരി ഗേറ്റിൻ്റെ മുകളിൽ നിന്നിരുന്ന ഒരു ഇന്ത്യൻ സോൾജിയർ, അതായത് റിബൽ സോൾജിയർ, ഒരു മസ്കറ്റ്, ഇന്നത്തെ റൈഫിളല്ല മസ്കറ്റ് ഫയർ ചെയ്തു. നിക്കൾസൺ അത് കൊണ്ട് വീണു, അവിടെ വീണു. പക്ഷേ ഹി റെഫ്യൂസ് ബി ഇവാക്യുവേറ്റഡ്, പറഞ്ഞ് ഇത് ബാറ്റിൽ കഴിഞ്ഞിട്ട് എനിക്ക് പോയാൽ മതി. അവിടെ നിന്നുകൊണ്ട് കമാൻഡ് ചെയ്താണ് യുദ്ധം ജയിച്ചു. പക്ഷേ നിക്കൾസൺ അവിടെ തന്നെ വീണു മരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ ആയിരിക്കുമല്ലോ, അപ്പോൾ നിക്കൾസൺ പാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കുമല്ലോ ഇത് വീണത്, അതിൻ്റെ കമ്മമറേറ്റീവ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ നിക്കൾസൻ്റെ ഗ്രേവ് ഒക്കെ. അപ്പോൾ നിക്കൾസൺ കാശ്മീർ ഗേറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ബുള്ളറ്റ് വന്ന് കൊണ്ടു. അങ്ങനെയാണെങ്കിൽ നേരെ ഒരു ബുള്ളറ്റ് പോലെ പോയി കഴിഞ്ഞാൽ കാശ്മീരി ഗേറ്റ് എത്തണം. കാശ്മീരി ഗേറ്റ് ഡൽഹി സിറ്റിയുടെ നോർത്തേൺ സൈഡിലാണെന്നറിയാം, ഓൾഡ് ഡൽഹിയുടെ. അപ്പോൾ ഫർദർ സൗത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഡൽഹി, അതായത് റെഡ് ഫോർട്ട് എത്തണം. പഴയ സിറ്റി അതായിരുന്നല്ലോ അവിടെ. അപ്പോൾ റെഡ് ഫോർട്ട് എത്തി. റെഡ് ഫോർട്ടിൻ്റെ മുമ്പിൽ കൂടെയുള്ള റോഡ് മധുര റോഡെന്നാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നേരെ പോയി കഴിഞ്ഞാൽ സൗത്തിൽ ചെന്നാൽ ഹുമയൂൺ ടൂംബ് എത്തും. കാരണം എന്താ വെച്ചാൽ ഈ റെഡ് ഫോർട്ടിൽ നിന്ന് മധുര റോഡിൽ കൂടെ പോയി മധുര റോഡിൻ്റെ സൈഡിലുള്ള ഹുമയൂൺ ടൂംബിലാണ് 857 ഈ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ട ശേഷം ബഹദൂർ ഷാ സഫറും മക്കളും കൂടെ രക്ഷപ്പെട്ട് അവിടെ പോയിരുന്നു. അവിടെ പോയി അവരെ എന്താണ് ഒരു പേര് ഹോട്ട്സൺ എന്ന് പറയുന്ന കേണൽ ഹോട്ട്സൺ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പം നേരെ കുറച്ചുകൂടെ സൗത്തിലേക്ക് പോയ ഹുമയൂൺ ടൂംബ് റോഡാവുമല്ലോ എന്ന് മനസ്സിലായി. കുറച്ചുകൂടി എത്തിയപ്പോൾ ഒരു ഗേറ്റ് കണ്ടു, ഖൂനി ദർവാസ. അപ്പം മനസ്സിലായി യെസ് ഇതായിരുന്നു. കാരണം ഖൂനി ദർവാസയിൽ വെച്ചാണ് ഈ ബഹദൂർ ഷാ സഫറിൻ്റെ മക്കളെ ഈ ഹോട്ട്സൺ വെടിവെച്ച് വന്നു. അപ്പം ഡയറക്ഷൻ ശരിയായി. ഖൂനി ദർവാസ കഴിഞ്ഞാൽ പിന്നെ ബഹദൂർ ഷാ സഫർമാർ ഞങ്ങൾ പത്രക്കാരുടെ സ്ട്രീറ്റാണ്, അവിടെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു വന്നത് 1857 മരിച്ച കുറച്ച് പേര് എനിക്ക് 1990 വഴി അതെ. അപ്പോഴും ഞാൻ മലയാള മനോരമയുടെ ഡൽഹി എഡിഷനിൽ ഈ കഥകൾ എഴുതുന്നുണ്ട്. ഓരോ ആരും അറിയാത്ത ചില മോണിമെന്റ്, റസിയ സുൽത്താനയുടെ ടോംബ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ആ കഥയിലെ ഒരു ഒരു ടെലിഗ്രാഫ് മോണിമെന്റ്, ഇതൊക്കെ എവിടാണെന്ന് അന്ന് വായിച്ചത് വെച്ച് കണ്ടുപിടിച്ച് അതൊക്കെ മാർക്ക് ചെയ്ത് ഇപ്പം കുറച്ചുകൂടെ മാർക്കൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഞാനൊരു സീരീസ് ഇപ്പോഴും മനോരമയിൽ അവിടെ ചെയ്യുന്നു. ഒരുപാട് നന്ദി സർ. ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ കിട്ടാത്ത ഒരു ചരിത്രം പറഞ്ഞു തന്നതിന്, ചരിത്രത്തിന് അനുഭവങ്ങൾ കൂടെ ചേർത്ത് വെച്ചൊരു മനുഷ്യമുഖം കൊടുത്തതിന്. ഇത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിലും സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. വളരെ സന്തോഷം. ഈ ചോദ്യങ്ങൾ എനിക്കിഷ്ടമുള്ള ചോദ്യങ്ങളാണ് റോസ് എന്നോട് ചോദിച്ചത്. ഈ ചോദ്യങ്ങൾ ഇതിൻ്റെ ഉത്തരവും വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ എനിക്കും വളരെ സന്തോഷമേ ഉള്ളൂ. ഐ ഓൾസോ എൻജോയ് ദ ഇൻട്രാക്ഷൻസ്.